ഹായ് എവരിവൺ. അപ്പോൾ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു കരിയർ ഗൈഡൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. പലപ്പോഴും +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു പാരന്റ് ഒക്കെ മനസ്സിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പേരുകളിൽ ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ CA എന്നായിരിക്കും അല്ലേ. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, CA ഭയങ്കര എക്സ്പെൻസീവ് ആണോ, ലക്ഷങ്ങൾ ചെലവാകുമോ ഇത് പഠിച്ചു തീർക്കാൻ, ഓരോ ലെവലിലും എത്ര രൂപ വീതം നമ്മൾ അടയ്ക്കേണ്ടി വരും, പഠിത്തത്തിന് പുറമെ വേറെ എന്തെങ്കിലും ഫീസ് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. പലപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള പല വിവരങ്ങളും കൂടുതൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് CAയുടെ എക്സ്പെൻസിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് CA കോഴ്സിന്റെ ഫൗണ്ടേഷൻ മുതൽ ഫൈനൽ വരെ ഓരോ സ്റ്റേജിലും ICAയിലേക്ക് അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ്, എക്സാം ഫീസ് എത്രയാണ്, പിന്നെ ട്രെയിനിങ്ങിന് എത്ര ചിലവാകും എന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ട് കഴിയുമ്പോഴേക്കും CAനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ CAയുടെ എക്സ്പെൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൺഫ്യൂഷനൊക്കെ തീർക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇപ്പോൾ ഈ വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ CAയെ കുറിച്ചോ CMA CS ACCA CMA USA കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ നിങ്ങളോട് വ്യക്തിപരമായി ഇൻഡിവിജ്വൽ ആയിട്ട് അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നല്ലത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ഐയുടെ ഫ്രീ 1-to-1 കരിയർ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിലൂടെയോ ഒക്കെ ഞങ്ങളുടെ കരിയർ കൗൺസിലേഴ്സ് നിങ്ങൾക്കോ നിങ്ങളുടെ പാരന്റോ വ്യക്തമായിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും തീർത്തു തരും. ഏത് കോഴ്സിനെ കുറിച്ചുള്ള ഏത് സംശയവും തീർത്തു തരും. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, CA പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ സ്കോളർഷിപ്പോടെ CA പഠിക്കാനുള്ള ഓപ്ഷനാണ് ട്രിപ്പിൾ ഐയുടെ CCAT സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. 100% സ്കോളർഷിപ്പാണ് CCATൽ ടോപ്പർ ആയിട്ട് വരുന്ന ഒരു കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് CA പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾ സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്തു ടോപ്പർ ആവാൻ പറ്റിയില്ലെങ്കിൽ പോലും ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പ് ഉണ്ട്. ഇത് CMA CS ACCA CMA USA കോഴ്സുകൾക്കും ബാധകമാണ്. ആ സ്കോളർഷിപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫീസിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, +2 കഴിയുന്നവർക്കും ഡിഗ്രി കഴിയുന്നവർക്കും 2 തരത്തിലാണ് CA ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. +2 കഴിയുമ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ റൂട്ടിലൂടെ ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് ഇന്റർ, അത് കഴിഞ്ഞ് ഫൈനൽ, ഇങ്ങനെ 3 ലെവലുകളാണോ കംപ്ലീറ്റ് ചെയ്യുക. അതേസമയം ഡിഗ്രി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റിലേക്ക് കടക്കാം, അതിനുശേഷം ഫൈനൽ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ട് നമ്മൾ കേൾക്കാൻ. അപ്പോൾ നമുക്ക് CA ഫൗണ്ടേഷന്റെ എക്സ്പെൻസ് മുതൽ അങ്ങ് തുടങ്ങാം അല്ലെ. CA ഫൗണ്ടേഷന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 9,000 രൂപയാണ്. അതായത് ICAI, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ICAI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, CA റെഗുലേറ്റ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ബോഡിയാണത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെയാണ് ഈ ഫീസ് അടക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് 9,000 രൂപയാണ്. സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഫീസും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നിങ്ങൾ പിന്നെ പ്രത്യേകം പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, വേറെ ഫീസ് അതിന് വരുന്നില്ല. കൂടാതെ 400 രൂപ നൽകിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് 1 വർഷത്തെ മെമ്പേഴ്സ് ജേണൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് മൊത്തം എത്രയായി? 9,400 രൂപ വരും. കഴിഞ്ഞില്ല, എക്സാം ഫീസിലേക്ക് വരുമ്പോൾ ഓരോ തവണയും നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് 1,500 രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾക്ക് മൊത്തം വരുന്ന ചെലവ് അല്ലെങ്കിൽ പാസ് ആവാൻ വരുന്ന ചെലവ് എത്രയാണ്? മിനിമം 10,900 രൂപയാണ് ടോട്ടൽ ചെലവ് വരുന്നത്. സോ CA ഫൗണ്ടേഷൻ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഇന്ററിലേക്ക് പോകും. അതല്ല, ഇനി നിങ്ങൾ ഡയറക്റ്റ് എൻട്രി വഴി വരികയാണെങ്കിലും നേരിട്ട് ഇന്ററിലേക്ക് കടക്കും. അപ്പോൾ നമ്മൾ ഇനി ഇന്ററിന്റെ മൊത്തം ചെലവുകളെ കുറിച്ച് പറയാം. നമുക്കറിയാം, ഇവിടെ 2 ഗ്രൂപ്പുകളിലായിട്ട് 6 പേപ്പേഴ്സ് ആണുള്ളത്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഇതിൽ ബുക്ക് ഫീയും ഉൾപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 പരീക്ഷകൾ 2 ഗ്രൂപ്പുകളിലായിട്ടാണ് ഇന്റർമീഡിയറ്റിൽ വരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 ഗ്രൂപ്പും ഒരുമിച്ച് അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രം അറ്റംപ്റ്റ് ചെയ്ത് അത് പാസ്സായതിനു ശേഷം അടുത്ത അറ്റംപ്റ്റിലേക്ക് പോകാം. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ 1,500 ആണ് ഇവിടെ ഫീസായിട്ട് അടയ്ക്കേണ്ടത്, അതായത് എക്സാം ഫീസ് അടയ്ക്കേണ്ടത്. 2 ഗ്രൂപ്പും ഒരുമിച്ച് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബോത്ത് ഗ്രൂപ്പ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2,700 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഇന്റർ ലെവലിൽ ഏകദേശം 20,700 രൂപയാണ് നിങ്ങൾക്ക് ആകെ മൊത്തം ചെലവ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം കൂടെ വേണം, അല്ലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ട്രിപ്പിൾ ഐയിൽ ഞങ്ങൾ നൽകുന്ന അക്കാഡമിക് സപ്പോർട്ട് അത്തരത്തിലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. അതിൽ ഒന്നാമതായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്പർ 1 CA അധ്യാപകരാണ് ഞങ്ങൾക്കിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. മാത്രമല്ല, ട്രിപ്പിൾ ഐയുടെ അക്കാഡമിക് ടീം പ്രത്യേകം ഡിസൈൻ ചെയ്ത വർക്ക് ബുക്കുകൾ ഓരോ ടോപ്പിക്സും സിമ്പിളായിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി കഴിഞ്ഞില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ് ട്രാക്കർ എന്ന സിസ്റ്റം ട്രിപ്പിൾ ഐയിലുണ്ട്. ഓരോ കുട്ടിയും എത്രത്തോളം പഠിക്കുന്നുണ്ട്, എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ട്രിപ്പിൾ ഐയിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ട് പുറത്തിറങ്ങുന്നത്.
ഈ കുട്ടികളുടെ റിസൾട്ട് ലിസ്റ്റിലേക്ക് നിങ്ങളെയും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആർട്ടിക്കൽഷിപ്പ് അഥവാ പ്രാക്ടിക്കൽ ട്രെയിനിങ് സമയത്തും അതിന് മുൻപുമായിട്ട് ചെയ്യേണ്ട ട്രെയിനിങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫീസുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ട്രെയിനിങ്ങിന്റെ പേര് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഓൺ IT ആൻഡ് സോഫ്റ്റ് സ്കിൽസ് എന്നാണ്. ഇതിൽ IT ട്രെയിനിങ്ങിന് 6500 രൂപയും ഇതിന്റെ ഓറിയന്റേഷൻ കോഴ്സിന് 7000 രൂപയാണ് ഫീസായിട്ട് വരിക. ടോട്ടൽ 13,500 റുപ്പീസ്. ഇനി നിങ്ങൾക്ക് ഒരു എക്സാം വരുന്നുണ്ട്. സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ എന്നാണ് പേര്. ഇതൊരു 4 സെറ്റ് ഓഫ് എക്സാംസ് ആണ്. ഓരോ സെറ്റിനും 500 റുപ്പീസ് വെച്ച് ടോട്ടൽ ഒരു 2000 രൂപയാണ് ഇതിന്റെ ഫീസായിട്ട് വരിക. ഇനി ഫൈനലിലേക്ക് കടക്കുന്നതിന് മുൻപും അഡ്വാൻസ്ഡ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഓൺ IT ആൻഡ് സോഫ്റ്റ് സ്കിൽസ് എന്നൊരു ട്രെയിനിങ് വരുന്നുണ്ട്. അവിടെ അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ITക്ക് 7500 രൂപയും MCSന് അതായത് മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് 7000 രൂപയുമാണ് അവിടുത്തെ ഫീസ്. സോ ടോട്ടൽ ഇവിടെ വരുന്ന ഫീസ് 14,500 റുപ്പീസ്. ഇനി നമ്മുടെ ലാസ്റ്റ് ലെവൽ CA ഫൈനൽ ലെവലിന്റെ ഫീസിലേക്ക് വരാം. ഫൈനൽ ലെവലിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 22,000 റുപ്പീസ് ആണ്. എക്സാം ഫീ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രമായിട്ടാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1,800 റുപ്പീസും ബോത്ത് ഗ്രൂപ്പ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 3,300 രൂപയും വരും. അപ്പോൾ ഫൈനൽ ലെവലിൽ മൊത്തം ചെലവ് ഏകദേശം 25,300 രൂപയാണ് വരിക. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ എല്ലാ ഫീസും ഒന്ന് കൂട്ടി നോക്കിയിട്ട് CA ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര രൂപ ഏകദേശം ചെലവ് വരും എന്നുള്ളത് നോക്കാം. ഫൗണ്ടേഷൻ മുതൽ ഫൈനൽ വരെയുള്ള എല്ലാ രജിസ്ട്രേഷൻ ഫീസും എക്സാം ഫീസും ട്രെയിനിങ്സും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള കണക്കാണ് പറയാൻ പോകുന്നത്. ഏകദേശം 80,000 രൂപ മുതൽ 90,000 രൂപ വരെ നിങ്ങൾക്ക് വരുന്നുള്ളൂ. 1 ലക്ഷം പോലും എത്തിയില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. ഇതിനിടയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട 2 വർഷത്തെ ആർട്ടിക്കൽഷിപ്പ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് കിട്ടും. നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ആവറേജ് 5,000 രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. മാസം 5,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നു. ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 24 മാസം 2 വർഷം നിങ്ങൾ ഈ ആർട്ടിക്കൽഷിപ്പ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് തന്നെ ഏതാണ്ട് 1,20,000 രൂപ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് നിങ്ങൾ CAക്ക് വേണ്ടി 3 ലെവലിനും കൂടെ ചെലവാക്കിയതിനേക്കാൾ പൈസ CAയുടെ ഫൈനൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ വിജയകരമായി ഈ കോഴ്സ് പൂർത്തിയാക്കുന്ന ഒരാൾ 0 ഫീസിൽ അല്ലെങ്കിൽ മൈനസ് ഫീസിലാണ് പഠിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെയാണ് CA എന്ന കോഴ്സിനെ ഒരു സാധാരണക്കാരന്റെ കോഴ്സാക്കി മാറ്റുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രോഫിറ്റബിലിറ്റി അല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സാണ് എന്നുള്ളതാണ്. സോ ഇത്രയും കേട്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇനി ഉണ്ടാവും എനിക്കറിയാം. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങൾ എന്തായാലും മറുപടി തരുന്നതാണ്. ഇനി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 1-to-1 ഫ്രീ ഓൺലൈൻ കരിയർ കൗൺസിലിംഗ് സെഷൻസ് അവൈലബിൾ ആണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ സ്കോളർഷിപ്പോടെ CA പഠിക്കാനുള്ള അവസരമാണ് CCAT സ്കോളർഷിപ്പോടെ കിട്ടാൻ പോകുന്നത്. 100% സ്കോളർഷിപ്പ് ടോപ്പർ ആയാൽ കിട്ടും. അതിനുള്ള ലിങ്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കരിയർ ഗൈഡൻസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.